എല്ലാവർക്കും AGN വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അതുപോലെ ജോയിൻ ചെയ്ത ആളുകളും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. തുടക്കക്കാർക്ക് പോലും വളരെ നല്ല വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് പ്ലാനാണ് ഇത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ പ്ലാൻ ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പ്ലാനിലേക്ക് കിടക്കാം. വരാൻ പോകുന്ന കാലത്ത് നമുക്ക് ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് ക്ലാസ് ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാധാരണ ഒരു മനുഷ്യന് എന്തൊക്കെയാണ് ആവശ്യം? എപ്പോഴാണ് അവൻ കൂടുതൽ ഹാപ്പി ആവുന്നത്? മണി, ടൈം, സെക്യൂരിറ്റി. ഒരുപാട് പൈസ ലഭിക്കുമ്പോൾ നമ്മളുടെ ഒരു 80% പ്രോബ്ലംസ് സോൾവ് ആവുന്നുണ്ട്. സാധാരണ പൈസ ഉള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ ക്യാഷ് ഉണ്ട്, പക്ഷെ ടൈം ഇല്ല. ഇവര് വിജയിച്ചു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സെക്യൂരിറ്റി. ക്യാഷ് ധാരാളം ഉണ്ടെങ്കിലും അത് പല ആൾക്കാരും ചിലവാക്കാൻ മടിക്കുന്നുണ്ട്. കാരണം അവരത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ഏത് ഗണത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് ഒട്ടും സമയമില്ല. രണ്ട്, ഇഷ്ടം പോലെ ടൈം ഉണ്ട്, പക്ഷെ ക്യാഷ് ഇല്ല. ഇനി സമയമില്ല, അതുപോലെ പൈസയുമില്ല. ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ 4 കാറ്റഗറിയിൽ ഏതിലാണ് നമ്മൾ പെടുന്നത്? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. സാധാരണ ആളുകള് സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം, സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി, ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ, education for children, early retirement, better lifestyle, more flexibility to help others, a debt-free life. ഇതൊക്കെയാണ് ആൾക്കാര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. why, what, how. എന്തിനാണ് ഈ ബിസിനസ് അവസരം? എങ്ങനെ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം? എന്താണ് ഈ ബിസിനസ് അവസരം? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇത് ദ ബിസിനസ് ഓഫ് ദി 21st സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് റോബർട്ട് കിയോസഗി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാഷ് ഫ്ലോനെ പറ്റിയിട്ട്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ അദ്ദേഹം ആളുകളെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇതിലെ എയും ബിയും ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ എംപ്ലോയിയും സെൽഫ് എംപ്ലോയിയും. ഇത് ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിൽ വരുന്നവരാണ്. എന്ന് വെച്ചാൽ ജോലി ചെയ്ത് സാലറി വാങ്ങുന്നവർ. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇൻകം നിന്നു പോകും. സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റ്, അങ്ങനെ ചെറിയ ഷോപ്പുകൾ നടത്തുന്നവര്, ഇതൊക്കെയാണ് എക്സെട്ര. ഇത് എന്തെങ്കിലും കാരണവശാൽ ഒരു സർജൻ, അദ്ദേഹത്തിന്റെ കൈക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ആ വ്യക്തിയുടെ വരുമാനം തന്നെ നിന്നു പോകുന്നു. നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. ഇവര് ബിസിനസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ്. അവര് 6 months മാറി നിന്നാലും അവരുടെ ബിസിനസ്സിന് ഒന്നും സംഭവിക്കുന്നില്ല. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവർ ഇൻവെസ്റ്റിംഗ് മണി
റിയൽ എസ്റ്റേറ്റ്, ഷെയർസ്, ബാങ്ക്, ബിസിനസ് ഓണേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും വെറുതെ ഇരുന്നാൽ തന്നെ പൈസ കിട്ടുന്നു. ഇത് പാസീവ് ഇൻകം ആണ്. ഇനി ഇപ്പൊ കഴിഞ്ഞുപോയ കാലങ്ങളിൽ, അതായത് ഇൻഡസ്ട്രിയൽ ഏജിൽ വലിയ കമ്പനീസ് ആയ ടാറ്റ, റിലയൻസ്, FACT, റിഫൈനറി മുതലായവയൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഇൻഡസ്ട്രിയൽ ഏജിന് ശേഷം ഇൻഫോർമേഷൻ ഏജിൽ TCS, ഇൻഫോസിസ് മുതലായ IT കമ്പനികൾ വന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ഡിജിറ്റൽ ഏജിൽ ഊബർ, ഓയോ, സൊമാറ്റോ, സ്വിഗ്ഗി അങ്ങനെ ഉള്ള ബിസിനസ്സുകളാണ് ഇപ്പോൾ ഗ്രോ ചെയ്യുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ബിസിനസ്സുകൾക്ക് ഒന്നിനും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. അവര് കസ്റ്റമേഴ്സിനെയും കമ്പനിയെയും കണക്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഊബറിന് സ്വന്തമായിട്ടൊരു വെഹിക്കിൾ ഇല്ല. അവര് കാറുള്ള വ്യക്തികളെയും കസ്റ്റമേഴ്സിനെയും കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് അവര് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധാരണ ആളുകൾ മടിക്കുന്നതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ഫുൾ ടൈം എൻഗേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ലേബർ ഫോഴ്സ്, ടെക്നോളജി റിക്വയർഡ്, റിസ്ക് ഫാക്ടർ. ഇതൊക്കെയാണ് ഒരു സാധാരണ ആളുകൾ ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നത്. സാധാരണ കൺവെൻഷണൽ ബിസിനസ്സിൽ മാനുഫാക്ചറർ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, കസ്റ്റമർ. അതായത് നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ, അതായത് കസ്റ്റമർ 100 രൂപ കൊടുക്കുമ്പോൾ 40 രൂപ മാനുഫാക്ചറിനും അതുപോലെ 60 രൂപ പരസ്യ കമ്പനിക്ക് പോകുന്നു. ബിക്കം എ പ്രോസ്യൂമർ. പ്രോസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുമാണ് ബിസിനസ്സുകാരനുമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ തന്നെ ബിസിനസ്സുകാരനും കസ്റ്റമറും ആകുക. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഡക്ട്സ് ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടാൽ പ്രോഡക്റ്റ് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നെയ്ബേഴ്സിനോ ആർക്കായാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതുകൂടാണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരിൽ താല്പര്യമുള്ളവരെ പ്രോസ്യൂമർ ആക്കുക. അതായത് നിങ്ങൾ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലുടനീളം നമ്മൾ പ്രോസ്യൂമേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതുവഴി കമ്പനിയുടെ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഈ പറയുന്ന 5 കാര്യങ്ങളിലാണ്. opportunity of 21st century, part-time and flexi-time, very low investment and risk-free, organized mentorship, huge growth potential ahead. ഇനി മാനുഫാക്ചറിൽ നിന്ന് പ്രോഡക്ട്സ് നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു. അതാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ. ഈ മെത്തേഡ്, നമ്മളുടെ ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഊബറും സ്വിഗ്ഗിയും ഓയോയും മുതലായ കമ്പനീസ് എല്ലാം ചെയ്യുന്നത്. ഇവരെല്ലാം കൺസ്യൂമറിനെയും ബിസിനസ് ഓണേഴ്സിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു. ചോയ്സ് ഓഫ് സ്മാർട്ട് പ്രോസ്യൂമർ. ഒരു സ്മാർട്ട് പ്രോസ്യൂമർ ആവാൻ എന്തൊക്കെ ചെയ്യും? ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, 100% മണി ബാക്ക് ഗ്യാരണ്ടി, എഫക്റ്റീവ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നു. പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനും പുതിയ പ്രോസ്യൂമേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുമുള്ള അവസരം, ഒരു വലിയ ബിസിനസ് ശൃംഖല പടുത്തുയർത്താനുള്ള അവസരം. ഈയിടെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന ഫിക്കി KPMG റിപ്പോർട്ട് അനുസരിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 10,000 ക്രോസിൽ നിന്ന് 64,500 ക്രോസിലേക്ക് 2025ഓടെ എക്സ്പാൻഡ് ചെയ്യും. അതുകൂടാണ്ട് ഇതിൽ മെജോറിറ്റി, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്, ഇതിൽ മെജോറിറ്റി വരുന്നതും ലേഡീസ് ആയിരിക്കും. കൂടാതെ നമ്മൾ 18 years കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമ്മളുടെ ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്.
18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫാമിലി ആയവർക്കും റിട്ടയർഡ് ആയവർക്കും എല്ലാവർക്കും തന്നെ ഈ ബിസിനസ് ചെയ്യാം. ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്റർ മിസ്റ്റർ അനുരാഗ് താക്കൂറും അതുപോലെ തന്നെ നിതി ആയോഗ് സിഇഒ അമിതാഭ് കാന്തും അവർ രണ്ടുപേരും പറയുന്നത് ഇനി വരുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സെൻട്രൽ ഗവൺമെന്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഗ്ലോബലി ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ കണക്കെടുത്താൽ അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ആംവേ ആണ്. ഇത് 1959 തുടങ്ങിയ കമ്പനി ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അഡാം മിഷിഗൺ യുഎസിലാണ്. ഇന്ത്യയിൽ 1998 പ്രവർത്തനം ആരംഭിച്ചത്. 2015 ഡിസംബർ 28 സ്വന്തമായിട്ട് വേൾഡ് ക്ലാസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് മധുരയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2500 crores ആണ്. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും പർച്ചേസ് പാറ്റേൺ മാറ്റുക. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ആംവേ സൈറ്റിൽ കൂടി പർച്ചേസ് ചെയ്യുക. ആംവേയുടെ പ്രോഡക്ട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എല്ലാ ഐറ്റംസും. അതുപോലെ ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫ്ലേവേഴ്സോ കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ബ്രാൻഡായ ന്യൂട്രിലൈറ്റിൽ തന്നെ രോഗം വരാതിരിക്കാനും ശരീരത്തിന് ശക്തി കൂട്ടാനുമുള്ള എല്ലാവിധ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പോൾ പുതിയതായിട്ട് PHP സ്റ്റാൻഡേർഡിലുള്ള നമ്മുടെ ആയുർവേദത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹെർബൽ ബ്രാൻഡ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് സ്പോർട്സ് ന്യൂട്രീഷനായ എനർജി ഡ്രിങ്കും എക്സസ് പ്രോട്ടീനും അവൈലബിൾ ആണ്. ബ്യൂട്ടിയുടെ കാര്യത്തില് ലോകോത്തര ബ്രാൻഡായ ആർട്ടിസ്ട്രിയും പ്രീമിയം ബ്രാൻഡായ ആറ്റിറ്റ്യൂഡിലും നിരവധി പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പേഴ്സണൽ കെയറിൽ നമുക്ക് നമ്മുടെ ശരീരം വൃത്തിയാക്കാനുള്ള എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഹോം കെയറിൽ വീട് വൃത്തിയാക്കുന്നതിനുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അപ്സ 80 എന്ന് പറയുന്ന പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഹോം ടെക് വിഭാഗത്തിൽ ആംവേ ക്യൂൻ വോക്ക് അവൈലബിൾ ആണ്. അതുപോലെ എയർ പ്യൂരിഫയറിൽ വരുന്നത് കാറിൽ വെക്കുന്ന അറ്റ്മോസ്ഫിയർ ഡ്രൈ, നമ്മുടെ റൂമിൽ വെക്കുന്ന അറ്റ്മോസ്ഫിയർ മിനി, ഇത് രണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരു സ്പോൺസറും അതുപോലെ തന്നെ ഒരു ടീമും ഉണ്ടാവും. നമുക്ക് ട്രെയിനിങ്ങും അതുപോലെ കോച്ചിങ്ങും ഒക്കെ തരാനായിട്ട് BWW ബ്രിഡ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും ഉണ്ടാകും. ആംവേ കമ്പനി ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഡെലിവറി, അക്കൗണ്ടിംഗ് ആൻഡ് പ്രോഡക്റ്റ് ട്രെയിനിങ്ങും നൽകുന്നു. നിങ്ങൾക്ക് കസ്റ്റമർ ആയിട്ടോ അല്ലെങ്കിൽ ADR ആയിട്ടോ ആംവേ ഡയറക്റ്റ് റീറ്റെയിലർ ആയിട്ടോ ആംവേയുടെ സൈറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ADR ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു 3 മാസത്തിനുള്ളിൽ ADRന്റെ താഴെ 3 കസ്റ്റമേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ആ 3 കസ്റ്റമേഴ്സും കൂടി 5000 എബവ് പർച്ചേസ് ചെയ്യുമ്പോൾ ADRൽ നിന്ന് ADSലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ആംവയുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ
ക്രോമില് www.amway.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആംവേയുടെ സൈറ്റ് വരുന്നതാണ്. അതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇനിൽ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ആംവേയുടെ ആപ്ലിക്കേഷനും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് പൈസ ലഭിക്കുന്നത്. അതായത് ഒന്ന് റീറ്റെയിൽ മാർജിൻ. റീറ്റെയിൽ മാർജിൻ എന്ന് പറയുന്നത് അപ് ടു 10%. ട്രേഡ് ഡിസ്കൗണ്ട് again up to 10%. Third one, customer sales incentive CSI up to 10%. Fourth one, sales commission. Sales commission 3% to 21%. ഇതിൽ റീറ്റെയിൽ മാർജിൻ എന്ന് പറയുന്നത് ഇത് DAPയും MRPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 8% നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഒരു 10,000 രൂപയുടെ പ്രോഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ 8% 800 റുപ്പീസ് നമ്മളുടെ അക്കൗണ്ടിൽ ആംബേ റെമിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, കസ്റ്റമർ സെയിൽസ് ഇൻസെന്റീവ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ 3 to 10% വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. സെയിൽസ് കമ്മീഷൻ, ഇത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് വോളിയം അനുസരിച്ച് 3% to 21% വരെ നിങ്ങൾക്ക് സെയിൽസ് കമ്മീഷൻ ലഭിക്കും. നിങ്ങളും നിങ്ങളുടെ കസ്റ്റമേഴ്സും ടീം മെമ്പേഴ്സും ചേർന്ന് ചെയ്യുന്ന വോളിയമാണ് നിങ്ങളുടെ ഗ്രൂപ്പ് PV. അതേപോലെ നിങ്ങളും നിങ്ങളുടെ കസ്റ്റമേഴ്സും കൂടി ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ PV. ഇതാണ് ലെവൽസ്. 3 to 21%. 3% എന്ന് പറയുമ്പോൾ 200 പോയിന്റിന്റെ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 3% ലെവലിൽ എത്തുന്നു. അതേപോലെ 600 പോയിന്റ്സിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ 6% ലെവൽ എത്തുന്നു. 1200 ആകുമ്പോൾ 9%, 2400 ആകുമ്പോൾ 12%, 4000, 7000, 10,000 ആകുമ്പോൾ 15, 18 and 21%. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. നമ്മൾ ഫസ്റ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ADR ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ മാസം ആ വ്യക്തി ADR എന്ന് പറയുന്ന ആ ജോയിൻ ചെയ്ത ആ വ്യക്തി 100 PVയുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, അദ്ദേഹം 4 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ 4 കസ്റ്റമേഴ്സും കൂടി 100 PV പർച്ചേസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഗ്രൂപ്പ് PV എന്ന് പറയുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ താഴെയുള്ള 4 കസ്റ്റമേഴ്സും കൂടി പർച്ചേസ് ചെയ്തതാണ് ഗ്രൂപ്പ് PV. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 PV. അപ്പൊ നമ്മൾ ഏത് ലെവലിൽ എത്തും? 200 PV ആകുമ്പോൾ നമ്മൾ 3% ലെവലിൽ എത്തുന്നു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്ര ഇൻകം ആണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ 3% ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമർ സെയിൽസ് ഇൻസെന്റീവ് കിട്ടും, CSI. അതെന്ന് പറയുന്നത് നമ്മൾ 3% അച്ചീവ് ചെയ്തതുകൊണ്ട് 10 minus 3 is equal to 7% നമുക്ക് CSI ലഭിക്കുന്നു. ഓക്കെ, അതേപോലെ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് 8% കിട്ടും. അപ്പൊ നമ്മളുടെ ടോട്ടൽ കമ്മീഷൻ 3%. നമ്മൾ 3%ലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്മീഷൻ 3%. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2320 റുപ്പീസ് കിട്ടും. അത് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ആളുകളുടെ PV വെച്ചിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം കസ്റ്റമേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുക, അതേപോലെ മാക്സിമം ADRസിനെ ജോയിൻ ചെയ്യിപ്പിക്കുക.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ADR നെക്സ്റ്റ് മന്ത് 200 PV അദ്ദേഹം അച്ചീവ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് എല്ലാം കൂടെ 100 PV പർച്ചേസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടുത്ത മാസം ADS ആയിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കും. അപ്പൊ നെക്സ്റ്റ് മന്ത് ഈ ADR ADS ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ADS എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ADRസിനെ ജോയിൻ ചെയ്യാൻ പറ്റും, ഒരുപാട് കസ്റ്റമേഴ്സിനെ ജോയിൻ ചെയ്യാനും പറ്റും. നമ്മൾ ജോയിൻ ചെയ്യുന്ന ADR എന്ന് പറയുന്ന ആൾക്ക് കസ്റ്റമേഴ്സിനെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ADRന്റെ താഴെ മിനിമം 3 കസ്റ്റമർ എങ്കിലും വേണം. ആ 3 കസ്റ്റമറും 5000 പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം 3 മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ADS ആയിട്ട് പ്രൊമോഷൻ ലഭിക്കും. അങ്ങനെ അദ്ദേഹം ADS ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 100 PV ആ മാസം പർച്ചേസ് ചെയ്തു. അദ്ദേഹത്തിന്റെ താഴെ അദ്ദേഹം 3 കസ്റ്റമർ ഉണ്ട്. പിന്നീട് അദ്ദേഹം 2 ADRസിനെയും ജോയിൻ ചെയ്തു. അപ്പോൾ ഇവരെല്ലാരും കൂടി ഇത്രയും രൂപയുടെ പർച്ചേസ് ചെയ്തു. അപ്പൊ അവർക്ക് ടോട്ടൽ ഗ്രൂപ്പ് PV എന്ന് പറയുന്നത് 850 PV ആണ്. അദ്ദേഹം 850 PV പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ലെവലെത്തി? 6% ലെവലെത്തി. നമുക്ക് 600 PVയുടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ 6% ആണ് എത്തുന്നത്. അപ്പൊ ഇവിടെ 850 ആയി. അപ്പോൾ അദ്ദേഹം 6% ലെവലിൽ എത്തി. അപ്പൊ അവരുടെ ടോട്ടൽ ഗ്രൂപ്പ് PV എന്ന് പറയുന്നതാണ് 850. അപ്പൊ ഇവർക്ക് കിട്ടുന്ന കസ്റ്റമർ സെയിൽസ് ഇൻസെന്റീവ് CSI എന്ന് പറയുന്നത് 10 - 6 = 4%. അപ്പോൾ CSI 4% കിട്ടുന്നു, ട്രേഡ് ഡിസ്കൗണ്ട് 8%, കമ്മീഷൻ 6%. ഇനി ഇവരുടെ താഴെ 2 ADRs ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ADRs 550 PVയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ളത് നമ്മൾ കൊടുക്കും അല്ലെ? നമ്മളല്ല കൊടുക്കുന്നത്, ആംല ഡയറക്റ്റ് കൊടുക്കും. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് കിട്ടുന്നത് എത്രയാ? ബാലൻസ് റിസീവബിൾ 2730. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടും. അടുത്ത ലെവൽ എന്ന് പറയുന്നത് 9%. ADS പിറ്റേ മാസം 200 PV പർച്ചേസ് ചെയ്തു. അദ്ദേഹം 3 ADRനെ ജോയിൻ ചെയ്യിപ്പിച്ചു, 3 കസ്റ്റമറിനെ ജോയിൻ ചെയ്യിപ്പിച്ചു അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് ഗ്രൂപ്പ് വോളിയം എന്ന് പറയുന്നത് 1500 PV ആണ്. അപ്പോൾ അദ്ദേഹം 9% അച്ചീവ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് CSI കിട്ടുന്നത് 10 - 9 = 1% ആണ് CSI കിട്ടുക. ബാക്കി ട്രേഡ് ഡിസ്കൗണ്ടും 8%, കമ്മീഷൻ അദ്ദേഹം 9% ആയതുകൊണ്ട് 9% കമ്മീഷൻ കിട്ടും. പിന്നെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ADRസിന് ഉള്ള പേയ്മെന്റ് പോയിട്ട് ബാക്കി അദ്ദേഹത്തിന് കിട്ടും. കൂടാതെ ഈ 9% ഇദ്ദേഹം അച്ചീവ് ചെയ്യുമ്പോൾ അദ്ദേഹം ബ്രോൺസ് ഫൗണ്ടേഷൻ ഇൻസെന്റീവ്, അതായത് BFI ക്വാളിഫൈ ചെയ്യും. അദ്ദേഹം BFI ക്വാളിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എക്സ്ട്രാ 15% അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പൊ ടോട്ടൽ അദ്ദേഹത്തിന് ഇൻകം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആയി. നെക്സ്റ്റ് വരുന്നത് ബ്രോൺസ് ബിൽഡർ ഇൻസെന്റീവ്. ബ്രോൺസ് ബിൽഡർ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ 15%. ഇനി നെക്സ്റ്റ് ബ്രോൺസ് ബിൽഡർ ഇൻസെന്റീവ്, അതായത് ഡിസ്ട്രിബ്യൂട്ടർ 200 PV പർച്ചേസ് ചെയ്തു. അദ്ദേഹത്തിന് താഴെ 3 ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്തു. അവര് പർച്ചേസ് ചെയ്ത PV, പിന്നെ അദ്ദേഹത്തിന് താഴെ ADR വന്നു, അദ്ദേഹത്തിന്റെ കസ്റ്റമർ പർച്ചേസ് ചെയ്തു. അങ്ങനെ ടോട്ടൽ ഇവരുടെ ഗ്രൂപ്പ് PV എന്ന് പറയുന്നത് 4500 PV ആണ്. 4500 PV ആവുമ്പോൾ നമ്മൾ ഏത് ലെവലിലെത്തും? 15% ലെവലിൽ എത്തി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസെന്റീവ്സ് ട്രേഡ് ഡിസ്കൗണ്ട് 8% ലഭിക്കുന്നു. അതുപോലെ
കമ്മീഷൻ അദ്ദേഹത്തിന് 15% കമ്മീഷൻ ലഭിക്കുന്നു. അതേപോലെ അദ്ദേഹത്തിന് താഴെയുള്ള ADS-നും ADRs-നും ഒക്കെ പേയ്മെന്റ് ടു ടീം അവരുടെ ബാലൻസ് വന്നിട്ടുള്ള എമൗണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് BBI കൂടി ലഭിക്കുന്നു. BBI എന്ന് പറയുമ്പോൾ 20% BBI ലഭിക്കുന്നു. കൂടാണ്ട് BFI-ലെ 15%-ഉം അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഫസ്റ്റ് നമ്മൾ BBI അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രോൺസ് സ്പിൻ അവാർഡ് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് BFI-യുടെ 15%-ഉം BBI അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള 20%-ഉം കൂടെ നമുക്ക് കമ്മീഷൻ 35% നമുക്ക് എക്സ്ട്രാ കമ്മീഷൻ ലഭിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഇനി നമ്മൾ 21% എത്തി. കസ്റ്റമറും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ADRs-ഉം എല്ലാവരും കൂടെ ടോട്ടൽ ഗ്രൂപ്പ് PV 11,000 PV ചെയ്യുമ്പോൾ അദ്ദേഹം 21% ലെവലിൽ എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ട്രേഡ് ഡിസ്കൗണ്ട്, കമ്മീഷൻ, അതേപോലെ BFI, PBI, അങ്ങനെ നല്ലൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് നമുക്ക് സിൽവർ പ്രൊഡ്യൂസർ ആകുമ്പോൾ ലഭിക്കും. നമ്മുടെ റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ 10,000 PV ആൻഡ് എബോവ് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സിൽവർ പ്രൊഡ്യൂസറിലെത്തും. അതേപോലെ 10,000 PV ആൻഡ് എബോവ് നമ്മൾ ഒരു 3 മാസം ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡ് പ്രൊഡ്യൂസർ ആവും. അതേപോലെ 10,000 PV ആൻഡ് എബോവ് 6 months നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാറ്റിനം ലെവലിലെത്തും. പ്ലാറ്റിനം ലെവൽ മുതൽ മുകളിലോട്ട് അവർ എലിജിബിൾ ഫോർ ALS, ഫോറിൻ ടൂർസിനൊക്കെ അവര് വിത്ത് ഫാമിലി എലിജിബിൾ ആണ്. അതേപോലെ 10,000 PV ആൻഡ് എബോവ് നമ്മൾ 12 months ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടർ പ്ലാറ്റിനം ആകും. അതേപോലെ 10,000 PV ആൻഡ് എബോവ് നമ്മൾ 6 months 3 ലെഗില് 6 months പ്ലാറ്റിനം ആകുമ്പോൾ 3 ലെഗില് പ്ലാറ്റിനം വരുമ്പോൾ നമ്മൾ എമറാൾഡ് ആവും. 10,000 PV ആൻഡ് അബോവ് 6 months 6 legs പ്ലാറ്റിനം വരുമ്പോൾ ഡയമണ്ട് ക്വാളിഫൈ ചെയ്യും. ഇനി പ്ലാറ്റിനം, എമറാൾഡ്, ഡയമണ്ട് ഇവർക്കൊക്കെ കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ പ്ലാറ്റിനത്തിന് ഏകദേശം ഒരു 7.67 അബോവ് ലാക്സ് കിട്ടുന്നുണ്ട്. അതേപോലെ എമറാൾഡ്സിന് 25.82 lakhs അബോവ് കിട്ടും. അതേപോലെ ഡയമണ്ട്സിന് 82.41 lakhs അബോവ് കിട്ടും. പിന്നെ ഈ കാണുന്നത് നമുക്ക് കിട്ടുന്ന പിന്നുകൾ, നമ്മൾ പറഞ്ഞു ബ്രോൺസ് പിൻ BBI അച്ചീവ് ചെയ്യുന്ന വ്യക്തിക്ക് ബ്രോൺസ് പിൻ ലഭിക്കും. അപ്പോൾ ഇവിടെ മുതൽ നമ്മളുടെ ലെവൽ സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ബിസിനസ് ഒരു സീരിയസ് പ്രോജക്റ്റ് ആയി എടുത്ത് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ട്രെയിനിങ്സും സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. കൂടാതെ നമ്മുടെ ടീമിലേക്ക് എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു ആസ് എ കസ്റ്റമർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ. ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒരു വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് പ്രോഡക്ട്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിങ്ങൾ AGN വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ അവേ പ്രോഡക്ട്സിന്റെ മലയാളം വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ഡയമണ്ട്. താങ്ക് യു.